അപ്പൊ നമ്മുടെ ആ ഒരു തുടക്കത്തെ പോയിന്റ് അല്ലെങ്കിൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു രക്തപിണ്ഡമായിരിക്കുന്ന അല്ലെങ്കിൽ ഭ്രൂണമായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അജിന്നത്തും ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും ആ സന്ദർഭത്തിൽ നമ്മുടെ 120 ദിവസം പിന്നിടുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ആ മലക്ക് റൂഹുമായിട്ട് നമ്മളാകുന്ന നമ്മുടെ ആ ഒരു ജീവൻ ആ റൂഹുമായിട്ട് മലക്ക് വരികയാണ്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തുടക്കം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം യുഖാലു ലഹു ഉക്തുബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം 4 കാര്യങ്ങൾ ആ മലക്ക് രേഖപ്പെടുത്തുകയാണ്. എന്താണ് 4 കാര്യങ്ങൾ? ഒന്ന്, നമ്മുടെ പ്രവർത്തനങ്ങൾ, ആ ജീവിതകാലത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഉപജീവന മാർഗം റിസ്കിനെ സംബന്ധിച്ച്, അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ആയുസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഡേറ്റ് ഓഫ് ഡെത്ത് അല്ലെങ്കിൽ ആ മരണത്തീയതി, അതിനുശേഷം നമ്മൾ പരാജയാണോ അല്ലെങ്കിൽ വിജയിയാണോ, ഷഖിയുൻ ഔ സഈദുൻ, ഈ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകുക. ആ ഗർഭാവസ്ഥയിൽ തന്നെ അതെല്ലാം ആ മലക്ക് എഴുതി രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലും സൂറത്ത് അബസയിൽ നിങ്ങളെ ശുക്രത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു, എന്നിട്ട് അതിനുശേഷം അവന്റെ ഭാഗതയും അല്ലെങ്കിൽ ആ വിധി അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണ്ണയിച്ചു എന്നുള്ളത്. അതായത് ആദ്യത്തിൽ തന്നെ ആ ഭ്രൂണാവസ്ഥയിൽ തന്നെ ആ ഒരു ജനറ്റിക് പ്ലാനിങ് നമ്മുടെ ആ ഒരു അവസ്ഥയിൽ തന്നെ ആ DNA-യിൽ നമ്മളെ രേഖപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് പറയാറുണ്ട്. അവിടെ വെച്ച് ആ മലക്ക് അത് രേഖപ്പെടുത്തുക. ജീവിതത്തിന്റെ ആ ഒരു ആദ്യ പോയിന്റ് അവിടെ വെച്ചാണ് നമ്മൾ ആ മലക്കുകളുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ആ ഒരു സംഗമം ആ ഗർഭപാത്രത്തിലായിരിക്കുന്ന അവസ്ഥയിൽ അവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ മനോഹരമായിട്ടുള്ള ആ ഭൂമി ലോകത്തേക്ക് നമ്മൾ ജനിച്ചു വീഴുക. ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ആ ഒരു സന്ദർഭത്തിൽ മുഴുവൻ ആദമിന്റെ മക്കളെയും നമ്മുടെ മുഖ്യ ശത്രുവായ പിശാച് നോവിക്കുമെന്നതാണ്. ബുഖാരി ഹദീസിൽ മാമിൻ ബനി ആദം മൗലൂദുൻ ഇല്ലാ യമുസുഹു ശൈത്വാനു ഹീന യൂലദ്. ശേഷം ആ പിശാച് പറയും, എനിക്കും നിനക്കും ഇടയിൽ വലിയൊരു സമയം, ആ ജീവിതകാലത്തുടനീളം വലിയൊരു സമയം ഉണ്ടാകും, ആ സമയത്തുടനീളം ഞാൻ നിന്നെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതേ സന്ദർഭത്തിൽ നമ്മുടെ നന്മയിലേക്ക് നയിക്കാനും അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെയും നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പിശാചിനും മലക്കിനും ഇടയിൽ നമ്മുടെ ആ ജീവിതം നമ്മൾ ജീവിക്കാൻ ആരംഭിക്കുക. നമുക്ക് കണക്കാക്കിയ ആ ഒരു 10, 60 അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ കണക്കാക്കിയത് ആ ഒരു ദൈർഘ്യമേറിയ ജീവിതം വളരെ പെട്ടെന്ന് തന്നെ ഒരു കണ്ണ് ചിമ്മുന്ന വേഗത്തിൽ, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ കേവലം ഒരു ദിവസം മാത്രമാണോ ഞാൻ ജീവിച്ചതെന്ന് സംശയിക്കുന്ന രൂപത്തിൽ ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ആ രൂപത്തിൽ നമ്മുടെ ആ ഭൂമിയിലുള്ള ജീവിതം ജീവിച്ചു തീർക്കുക. ആ കാലഘട്ടത്തിലുടനീളം ആ പിശാച് നമ്മളെ തിന്മയിലേക്കും മലക്ക് നന്മയിലേക്കും നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. ആ സന്ദർഭത്തിൽ ആരുടെ കൂട്ടാണ് വേണ്ടത്? അല്ലെങ്കിൽ ഔലിയാ ശൈത്വാനാകണോ അതല്ലെങ്കിൽ ഔലിയാ ഉൽ മലായിക്കയാകണോ? അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ അവസാനം നമ്മുടെ ആ തുടക്കം പോലെ തന്നെ ഒടുക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരത്തെ ഗർഭപാത്രത്തിൽ വെച്ച് നിർണയിച്ച ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ നിക്ഷേപിച്ച ആ റൂഹ് എടുക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വരാം. ഈ ഭൂമി ലോകത്ത് വെച്ച് അവസാനമായ ഒരാൾ കാണുന്ന കാഴ്ചയും ആ മലക്കിനെ ആയിരിക്കും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറഹ് വലകും ഫീഹാ മാ തശ്തഹീ അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ. മലക്കുകൾ ആ വാനലോകത്ത് നിന്നും ഇറങ്ങി വരാൻ നല്ല ആളുകൾക്ക് സന്തോഷ വാർത്ത നൽകിക്കൊണ്ടും ചീത്ത ആളുകൾക്ക് വരാനുള്ള ആ ശിക്ഷയെ സംബന്ധിച്ച് ആ ശിക്ഷയെ അറിയിച്ചുകൊണ്ടും അവർ നേരത്തെ നിക്ഷേപിച്ച ആ ആത്മാവിനെ അവർ ഏറ്റെടുക്കുക. ആ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ അവർ പറയും, നഹ്നു ഔലിയാഉകും ഫിദ്ദുനിയാ വൽ ആഖിറ, നിങ്ങൾ ആ പിന്നിട്ട ജീവിതയാത്രയിലുടനീളം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, ഇനിയും മുന്നോട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും, നിങ്ങളെ സഹായിക്കാൻ. ശേഷം നമ്മളെ ആ ഖബറിലേക്ക് വെക്കുക. ആ ഖബറിൽ വെക്കുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ച് നമ്മളെ ചോദ്യം ചെയ്യാനും വരുന്നത് മലക്കുകളാണ്. അവിടെ ആ ഖബറിലുടെ ആ ബർസഖി കാലഘട്ടത്തിലുടനീളം സംരക്ഷകരായി അവർ നമ്മുടെ കൂടെ ഉണ്ടാകും. അതിനുശേഷം നാളെ ഉയർത്തെഴുന്നേൽക്കുന്ന സന്ദർഭത്തിലും മരണാനന്തര ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് വഴി നടത്തുന്നതും നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മുമ്പിൽ സാക്ഷി പറയാനും അവർ നമ്മോടൊപ്പം ഉണ്ടാകും. അതിനുശേഷം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആ സ്വർഗ്ഗത്തിലേക്ക് വഴി നടത്തി ആ സ്വർഗ്ഗത്തിൽ നമ്മുടെ സ്വാഗതമരുളി സ്വീകരിക്കുന്നതും ആനയിക്കുന്നതും അതും മലക്കുകളാണ്. സൂറത്തുൽ റഅദിന്റെ 23-ാമത്തെ ആയത്തിൽ വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മലക്കുകൾ എല്ലാ കവാടങ്ങളിലൂടെയും ആ സ്വർഗ്ഗവാസികളിലേക്ക് കടന്നു വന്നുകൊണ്ട് അവർ പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും, നിങ്ങൾ ആ ഭൂമിയിലുള്ള ജീവിതകാലത്തുടനീളം നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ നിങ്ങൾക്ക് സമാധാനം, അല്ലെങ്കിൽ ആ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ആ സമാധാനത്തിന്റെ വാഹകരായിട്ടുള്ള മലക്കുകൾ അവര് നമ്മളെ സ്വാഗതം ചെയ്യാം. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار.